ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നടുങ്ങി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന പുലർച്ചെ തകർത്തത്. ലഷ്കർ, ജെയ്ഷെ, ഹിസ്ബുൾ കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നിലം പതിച്ചു. ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ വെല്ലുവിളി തുടർന്ന് പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ ആക്രമണം തുടരുകയാണ്. പൂഞ്ചിൽ പാക് ഷെല്ലാക്രമണത്തിൽ 15 ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ. അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, ഇപ്പോഴും ഈ അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം തുടരുകയാണോ, ഷെല്ലാക്രമണം തുടരുകയാണോ? ഏത് തരത്തിലാണ് ഇന്ത്യ അവിടെ പ്രതിരോധിക്കുന്നത്? ഒപ്പം ഈ ഗുജറാത്തിൽ ചില വിമാനത്താവളങ്ങൾ അടച്ചു, വിമാന സർവീസുകൾ റദ്ദാക്കി എന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അച്യുതൻ? വിജയകുമാർ, ഇന്ന് രാവിലെ ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ വ്യാപകമായി തന്നെ ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം നടത്തുന്നുണ്ട്. ഈ ഷെൽ ആക്രമണമടക്കമാണ് പാകിസ്ഥാൻ ഇവിടെ ഈ ആക്രമണം ഇന്ത്യയുടെ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ നടത്തുന്നത്. നിരവധി സാധാരണക്കാർക്ക്, ഏതാണ്ട് 15ഓളം സാധാരണക്കാർക്ക് ഇതിനോടകം ജീവൻ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ നിലവിൽ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട്, അതായത് തുടർന്നും പാകിസ്ഥാൻ്റെ പ്രകോപനം ഉൾപ്പെടെയുള്ളവ കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലകളിൽ നിന്ന് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിച്ച സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അത് കൃത്യമായ നിർദ്ദേശം ഇന്ന് രാവിലെയോടുകൂടി തന്നെ സേനയ്ക്ക് നൽകിക്കഴിഞ്ഞു. അതായത് നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലകളിൽ നിന്ന് സാധാരണക്കാരെ മാറ്റി അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. കാരണം ഏതൊരു നിമിഷവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാവുന്ന തരത്തിലേക്ക് പോകാതിരിക്കാൻ കൂടി, ആൾനഷ്ടം ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ആ നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്നിവയുമായി ചേർന്ന യോഗത്തിൽ കൃത്യമായി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ യോഗത്തിൽ നൽകിയ നിർദ്ദേശം എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കേന്ദ്ര സർക്കാരുമായി, അതായത് കൃത്യമായ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് സംസ്ഥാനങ്ങൾ ആ ഒരു ഏകോപനം നിലനിർത്തി തന്നെ അത്തരം നടപടികൾ പാലിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തി. സുരക്ഷാ നടപടികൾ കൃത്യമായി പരിശോധിച്ചു. ഏതെങ്കിലും മേഖലകളിൽ ഈ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പൊതുവെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ സുരക്ഷാ സേനയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗം പരിശോധിച്ചിട്ടുണ്ട്. കൂടുതലായി സേന വിന്യസിക്കേണ്ടടുത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിന്യാസം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. എന്തായാലും അത്തരം സ്ഥിതിഗതികളെല്ലാം തന്നെ ഇന്ത്യ ഉറപ്പിക്കുകയുണ്ടായി. നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയിച്ചൊരു കാര്യം, പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ കൃത്യമായി അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകും. അതായത് ഇതിൽ നിന്ന് ഇന്ത്യ നൽകുന്ന സൂചന, പാകിസ്ഥാൻ്റെ ഏത് പ്രകോപനത്തെയും ഇന്ത്യ കൃത്യമായി തന്നെ നേരിടും എന്നുള്ള ഒരു നിലപാട് എടുത്തു തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ സേനകളോട് തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു. ആ ഒരു സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ തക്കവണ്ണം സജ്ജമായിരിക്കുകയാണ് രാജ്യം. ഒപ്പം തന്നെ ഗുജറാത്തിലെ എയർപോർട്ടുകൾ, വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും ഉണ്ടായി. ഏതാണ്ട് 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിർത്തിവെച്ചത്. രാജ്കോട്ട്, ജാംനഗർ, ഭുജ്, കണ്ട്ല എന്നീ 4 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. 3 ദിവസത്തേക്ക് ആ നടപടി തുടരും എന്നുകൂടിയാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യം സ്വീകരിച്ചു വരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നാൽ അതിന് തിരിച്ചടി നൽകുന്ന ഒരു നടപടികളിലേക്കായിരിക്കും രാജ്യം കടക്കുക. വിജയകുമാർ. അച്യുതൻ, ഇന്നിപ്പോൾ എന്താണ് പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അതിർത്തി ഗ്രാമങ്ങളിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി. അതുപോലെ DGPമാരെ കണ്ടു, ചീഫ് സെക്രട്ടറിമാരുമായി സംസാരിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പാകിസ്ഥാൻ അമിതാവേശം കാട്ടിയാൽ അതിന് തിരിച്ചടി കൊടുക്കുക, അതിനങ്ങേറ്റത്തെ പഴുതുകളില്ലാത്ത ജാഗ്രത, പഴുതുകളില്ലാത്ത തയ്യാറെടുപ്പ് അതായിരിക്കുമല്ലോ രാജ്യം രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത്. അത് വിലയിരുത്താനായിരുന്നു ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി ഇന്ന് അടിയന്തരമായ ഒരു ചർച്ച നടത്തിയത്. അതുപോലെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ അവധിയൊക്കെ റദ്ദാക്കി മുഴുവൻ അവരെ തിരിച്ചു വിളിക്കാൻ ഡയറക്ടർ ജനറൽമാർക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ പാകിസ്ഥാൻ ഇതിനെ എസ്കലേറ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകും എന്നുകൂടി കണ്ടുകൊണ്ടുള്ള പദ്ധതിയാണ്
നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, തുടക്കം മുതൽ തന്നെ രാജ്യം, അതായത് ഇന്ത്യ, അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ തിരിച്ചടിക്ക് മുൻപ് തന്നെ മോക്ക് ഡ്രിൽ അടക്കമുള്ള കാര്യങ്ങൾ അതായത് പൗരൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്, സ്വയം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നേരത്തെ തന്നെ രാജ്യം കടന്നത്. ഇന്നായിരുന്നു ആ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നത്. അതായത് നേരത്തെ തന്നെ ഒരു തയ്യാറെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് ആ തിരിച്ചടിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ തന്നെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അങ്ങനെ അവിടുത്തെ മുഖ്യമന്ത്രിമാരുമായും DGPമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായാണ് ആശയവിനിമയം നടത്തിയത്. സ്വാഭാവികമായും ആ സംസ്ഥാനങ്ങളുടെ, ഇപ്പം ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സേനകളുടെ എല്ലാം തൽസ്ഥിതി, എന്താണ് നിലവിലെ അവസ്ഥ എന്നതുൾപ്പെടെയുള്ള വിലയിരുത്തി. ഈ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റിടങ്ങളിലും, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലും സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി നൽകുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ഒരു യോഗം അടിയന്തരമായി വിളിച്ച് എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ എന്നുള്ളത് വിലയിരുത്തിയത്. അതിൽ സുരക്ഷാ നടപടികളും ഏകോപനവുമാണ്, ഈ രണ്ട് അജണ്ടയിലാണ് യോഗം നടത്തിയത്. സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതിൻ്റെ പ്രധാന അജണ്ട. അത് കൃത്യമായി വിലയിരുത്തി കൂടുതൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വിന്യാസം വേണ്ട ഇടങ്ങളിലെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്ലോയ്മെൻ്റ് ഉണ്ടാകും. പിന്നെ അത് കൂടാതെ തന്നെ ഈ വിമാനത്താവളങ്ങൾ, ഈ പ്രവർത്തനം നിർത്തിവെച്ച വിമാനത്താവളങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ വ്യോമസേന അതെല്ലാം ഏറ്റെടുത്തതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് ഒരുപക്ഷെ മറുപടി കരമാർഗവും വ്യോമമാർഗവും നൽകാനായിരിക്കും ഇന്ത്യ ഒരുങ്ങുക. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. ആ രീതിയിലാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ച് പോരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം വ്യക്തമാക്കിയ കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായി രാജ്യം മറുപടി നൽകും എന്ന് തന്നെയാണ്. ഈ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി, അതിൽ ഈ പാക് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിഞ്ഞതായാണ് ഇന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ ആ സംഘടനയെ, ഭീകരവാദ സംഘടനയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് നടപടികൾ പോയി. ഈ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സേന നൽകിയ വിശദീകരണം എന്നുള്ളത്, ഈ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലല്ലാതെ ഒരിടങ്ങളിൽ പോലും യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അതുമാത്രം, അത് കറക്റ്റായിട്ട് സാറ്റലൈറ്റ് മാപ്പിംഗ് വഴി അവ കണ്ടെത്തി അത് ആ ടാർഗറ്റ് സ്പോട്ട് ചെയ്താണ് ആക്രമണം നടത്തിയത്. അതായത് ആ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രം ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത് എന്ന കൃത്യമായ ക്ലാരിഫിക്കേഷൻ നൽകിക്കൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ മറ്റാരെയും, അതായത് സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കാത്ത തരത്തിൽ സൈനിക നടപടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായി അതേ നാണയത്തിൽ മറുപടി നൽകുക. പക്ഷേ ആ മറുപടി പാകിസ്ഥാൻ ഒരു പക്ഷേ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പല ലോകരാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നത് ഈ പ്രശ്നങ്ങൾ നയതന്ത്രപരമായി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് രാജ്യം ഏത് തരത്തിലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്, നമ്മുടെ സേന സജ്ജമാണ് എന്ന് സേനാ വൃത്തങ്ങൾ, സേനാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഇപ്പോഴും അതിർത്തിക്കപ്പുറത്തു നിന്ന് അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള പാകിസ്ഥാന്റെ ഷെല്ലിംഗ് തുടരുകയാണ്. 15 ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഈ ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ യാതൊരു പ്രകോപനവും ആ മേഖലയിൽ ഇല്ല എന്നിരിക്കെ പാകിസ്ഥാൻ അവിടെ ഫയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ 15 ഗ്രാമീണർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വിവരം വരുന്നുണ്ട്.